ഹലോ ഫ്രണ്ട്സ്, പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ. അധ്യായം 271. നീലിമ ഉറക്കമുണർന്ന് ബോധാവസ്ഥയിലേക്ക് വന്ന നിമിഷം അവൾ ആദ്യം തന്നെ തന്റെ വയർ മുറുകെ പിടിച്ചു. ഒപ്പം പേടിയോടുകൂടി ചുറ്റും നോക്കി. താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അയ്യോ മോളെ, പേടിക്കണ്ട, മോൾക്കൊരു കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്നാണ് അരികിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടത്. നീലിമ ഞെട്ടലോടുകൂടെ അവരെ നോക്കി. പുഞ്ചിരിയോടുകൂടെ അമ്മയോളം പ്രായമുള്ള ഒരു സ്ത്രീ അരികിലിരിക്കുന്നത് അവൾ കണ്ടു. നാൻസി പറയുന്നത്, ഞാനും എന്റെ ഇച്ചാനും കൂടിയാ മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഞങ്ങളൊന്ന് പേടിച്ചു കേട്ടോ, പക്ഷേ പേടിക്കാനൊന്നുമില്ലെന്ന് മോൻ പറഞ്ഞു. അന്നേരം നീലിമ നിശബ്ദയായി ആ അപരിചിതയായ സ്ത്രീയെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. മോൻ എന്ന് പറയുമ്പോൾ എന്റെ മോനാ നാഥൻ, ആള് ഡോക്ടറാണേ. മോള് നോക്കിയതൊക്കെ അവനാണ്. മോള് ഗർഭിണിയാണല്ലേ. ഇടയ്ക്കിടയ്ക്ക് വയറിങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചാണോ? എന്നാ പേടിക്കേണ്ട കേട്ടോ, മോളുടെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. നാൻസി വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ നീലിമയോട് പറഞ്ഞു. തന്റെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ലതറിഞ്ഞപ്പോൾ നീലിമക്ക് വളരെയധികം സന്തോഷമായി. പിന്നെ അവൾ ചുറ്റും നോക്കി. അപരിചിതമായ ആ അന്തരീക്ഷം അവളെ ചെറുതായി ഒന്ന് പേടിപ്പിച്ചിരുന്നു. എങ്കിലും ആ മലഞ്ചെരുവിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ഭാഗ്യമാണ്. നീലിമ ചോദിക്കുന്നത്, ഞാൻ എവിടെയാണ്, ഞാനെങ്ങനെ ഇവിടെ എത്തി? അവൾ സൗമ്യമായി അവരോട് ചോദിച്ചു. മോളെ, നീ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലാണ്. എനിക്കും മിച്ചായനും വല്ലപ്പോഴെങ്കിലും എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന പതിവ്. ചിന്നക്കുന്നിന്റെ മുകളിലേക്കൊക്കെ ട്രെക്കിംഗ് ഒക്കെ നടത്തുവേ. വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന് മോൻ പറയും. ചികിത്സിക്കാൻ ഒരു മകനുണ്ടാവുമ്പോൾ ഭ്രാന്ത് കാണിക്കാലോ അല്ലേ മോളെ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീലിമയ്ക്ക് അവരുടെ സംഭാഷണ രീതി വളരെയധികം ഇഷ്ടമായി. മനസ്സിന് വല്ലാത്തൊരു തണുപ്പ് പടരുന്നത് പോലെ തോന്നി. അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം ഇന്നും ഞങ്ങൾ കറങ്ങാനിറങ്ങി. മോൾക്ക് ആക്സിഡന്റ് പറ്റിയിരുന്ന ആ ഒരു മലയിലേക്കായിരുന്നു യാത്ര. ഇന്ന് രാത്രി ടെന്റ് കെട്ടി അവിടെ തന്നെ കൂടാമെന്ന് കരുതിയത്. അപ്പോഴല്ലേ ഞങ്ങൾ മോളെ കണ്ട്. പിന്നെ ഞങ്ങൾ മലയൊന്നും കയറി. മോളെയും കൊണ്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി. ഞങ്ങളുടെ കാറ് അടിവാരത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനേക്കാൾ അടുത്ത് ഞങ്ങളുടെ വീടായിരുന്നു. അതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മോനൊരു ഡോക്ടറാണ്. അവന് മോളെ ചികിത്സിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതേതായാലും വെറുതെ ആയില്ല. മോളിപ്പോ രക്ഷപ്പെട്ടല്ലോ, അവർ വിശദീകരിച്ചു. നാൻസി ഒരു സംസാരപ്രിയയാണെന്ന കാര്യം നീലിമക്ക് മനസ്സിലായി. നീലിമ പറയുന്നുണ്ട്, എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ മോളെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നാൻസി പുഞ്ചിരിയോട് കൂടെ മറുപടി നൽകി. നീലിമ പറയുന്നുണ്ട്, ഉണ്ട്, നിങ്ങൾ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഉറപ്പായും ഞാൻ അവിടെ കിടന്ന് മരിച്ചേനെ. അവളുടെ സ്വരം നാൻസി പറയുന്നുണ്ട്, മോളെ, ഞങ്ങൾക്ക് പകരം വേറെ ആരാണെങ്കിലും മോളെ രക്ഷിക്കും, അല്ലാതെ ഇവിടെ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. അവരുടെ സ്വരം വളരെയധികം സൗമ്യമായിരുന്നു. മോളും ഗർഭിണിയാണല്ലേ, എന്താ മോളുടെ പേര്? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. അന്നേരം നീലിമയാണെന്ന് അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി. മോൾ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അബ്രഹാം ചോദിച്ചു. എന്നാൽ അതിനെങ്ങനെ മറുപടി പറയണമെന്നൊന്നും അവൾക്ക് മനസ്സിലായി. കാർ ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ പോലും അതൊരു സാധാരണ അപകടമല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. പക്ഷേ ആ കാര്യം മുന്നിലിരിക്കുന്നവരോട് പറയാൻ അവൾക്ക് ചെറുതായൊന്ന് മടി തോന്നി. തന്റെ ജീവൻ രക്ഷിച്ചവരാണെങ്കിൽ പോലും എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നറിയില്ലല്ലോ. നീലിമയുടെ മുഖത്തെ ആശയക്കുഴപ്പവും പേടിയും നാൻസിക്ക് മനസ്സിലായി. അവർ ഒരു പുഞ്ചിരിയോട് കൂടെ തന്നെ നീലിമയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളെ, ഞങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ മോളെ ഒന്നും ചെയ്യില്ല കേട്ടോ. മോൾക്ക് എന്ത് പറ്റിയതാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചത്. പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ. അത് പറയുമ്പോഴും അവരുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞിരുന്നില്ല. നീലിമ പറയുന്നുണ്ട്, അതൊരു നീണ്ട കഥയാണ് ആന്റി. അന്നേരം നാൻസി ഒരു സംശയത്തോടു കൂടെ തന്നെ അവളെ നോക്കി. മോൾക്ക് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. മോളെ കുറിച്ച് കൂടുതൽ അറിയാനൊരു ആഗ്രഹം, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അവർ പറഞ്ഞു. കുറച്ച് മാറിയിരിക്കുന്ന എബ്രഹാമും അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവളെ പോലൊരു പെൺകുട്ടി എങ്ങനെ ആ പാറയിടുക്കിനുള്ളിൽ വന്നു പെട്ടു? ആ കാര്യം അറിയാൻ അവർക്ക് ജിജ്ഞാസ തോന്നി. ഒപ്പം ചെറിയൊരു ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. നീലിമയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അവരോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന ചിന്തയിലാണ്. മോളെ, മോൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ഞങ്ങൾ ഒരിക്കലും മോളെ തെറ്റിദ്ധരിക്കില്ല. ചിലപ്പോൾ മോളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞാലോ? നാൻസി അവൾക്ക് പറയാനുള്ള പ്രചോദനം നൽകി. നീലിമ പറയുന്നുണ്ട്, ആന്റി, എനിക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നെ രക്ഷിച്ചതിന് ശരിക്കും നന്ദിയുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആരും രക്ഷിക്കാനില്ലാതെ കൂടെ എന്റെ കുഞ്ഞുമെന്ന് പറയാനാകാതെ നീലിമ വിതും. അന്നേരം നാൻസി പറയുന്നുണ്ട്, മോള് കരയാതെ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഈ നന്ദിയൊന്നും വേണ്ട. എല്ലാവരും ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ, മനസ്സിലായി? നാൻസി സ്നേഹത്തോടെ പറയുന്ന സമയത്തിന് നീലിമ തലയാട്ടി. പിന്നെ നീലിമ അവളുടെ ജീവിതം അവരോട് പറയാനൊരുങ്ങി. പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ അത് നിർത്തി.
എത്ര ശ്രമിച്ചിട്ടും അവളുടെ ആശയക്കുഴപ്പം നീലിമയെ വിട്ടൊഴിഞ്ഞില്ല. നാൻസി പറഞ്ഞിട്ട് മോളിപ്പോ ഒന്നും പറയണ്ട, മോളിപ്പോ റെസ്റ്റ് എടുക്ക്, മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഇതിപ്പോ രാത്രിയായില്ലേ, മോൾക്കിപ്പോ നല്ല ഉറക്കം ആവശ്യമാണ്. അതുകൊണ്ട് സ്വസ്ഥമായി ഉറങ്ങിക്കോ, നമുക്ക് നാളെ സംസാരിക്കാം. നാൻസി അവളുടെ മടി കണ്ട് അവൾ നന്ദിയോടെ അവളെ ശരിക്കും നോക്കി. ശരിക്കും നാൻസി അവളെ നന്നായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ വേണ്ടത് സ്വസ്ഥമായൊരു അന്തരീക്ഷമാണ്. അത് അവൾക്കവർ വിട്ടുകൊടുത്തു. ആ രാത്രിയിൽ നീലിമ സ്വസ്ഥമായി ഉറങ്ങി. പിറ്റേ ദിവസവും അവൾ വിശ്രമം തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് പണിയൊക്കെ തീർത്ത് നാൻസി അവളുടെ അരികിൽ വന്നിരിക്കും. എന്നിട്ട് അവരുടേതായ വിശേഷങ്ങൾ പങ്കുവെച്ചു. പതിയെ പതിയെ നീലിമ അവളുടെ പഴയ ആരോഗ്യം വീണ്ടെടുത്തു. ആന്റി, എനിക്കിനി എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കണം, നീലിമ പറഞ്ഞു. ഒപ്പം അവൾ ഇരുന്നിടത്തു നിന്നും പാദങ്ങൾ നിലത്തു മുട്ടിച്ചു. കാലുകൾ വല്ലാത്തൊരു തളർച്ച പോലെ അവൾക്ക് തോന്നി. മോളെ, അതിന് മാത്രമൊന്നും നീ ആയിട്ടില്ല. കുറച്ചു ദിവസം കൂടി മോൾക്ക് ബെഡ് റെസ്റ്റ് ആവശ്യമുണ്ട്. അവർ അവളെ ബെഡിലേക്ക് തന്നെ പിടിച്ചിരുത്തി. ഒപ്പം കരുതലോടെ പറഞ്ഞു, ഇല്ല ആന്റി, എനിക്കിനി നടക്കാൻ പറ്റും, പ്ലീസ്, അവൾ മൃദുവായ സ്വരത്തിൽ അപേക്ഷിച്ചു. നാൻസി പറഞ്ഞിട്ട് പറ്റുമ്പോൾ ആന്റി തന്നെ പറയും, എന്തിനാ ഇത്ര തിടുക്കം? അവൾ അവരെ സ്നേഹത്തോടെ കളിയാക്കി. എന്തായാലും ഞാൻ നാഥനോടൊന്ന് ചോദിക്കട്ടെ, മോളുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് അവനല്ലേ അറിയുള്ളൂ, അവർ പറഞ്ഞു. നീലിമയ്ക്ക് അവരെ അനുസരിക്കാതിരിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇന്ന് നീലിമ ഈ നിലയിൽ ജീവനോടെ ഇരിക്കുന്നത് അവർ കാരണം മാത്രമാണ്. അവരോട് നീലിമയ്ക്ക് ഹൃദയം തുറന്ന് നന്ദിയുണ്ട്. പതിയെ പതിയെ നീലിമ ആ കുടുംബത്തിനോട് നന്നായിട്ട് മോളെ, ഇനി പതിയെ നടന്നു തുടങ്ങാൻ കേട്ടോ, നാഥൻ സമ്മതിച്ചു. നാൻസി നീലിമയോട് ആ കാര്യം പറഞ്ഞു. അവർക്ക് വളരെയധികം സന്തോഷമായി. പക്ഷേ മോളുടെ ശരീരം വീക്കാണ്, അതുകൊണ്ട് നടക്കണമെങ്കിൽ ഞാൻ അരികിൽ വേണം. പെട്ടെന്ന് തലചുറ്റലോ മറ്റോ ചെയ്താലോ? അവർ അങ്ങനെ കരുതലോടെ പറഞ്ഞു. നീലിമയ്ക്കും അത് സമ്മതമായി. കാരണം അവളുടെ സുരക്ഷ അവൾക്ക് വളരെ പ്രധാനമാണ്. നാൻസി പതിയെ അവളെ എഴുന്നേൽപ്പിച്ച് നടക്കാൻ സഹായിച്ചു. മോൾക്ക് എന്ത് തോന്നുന്നു? അടിവെച്ച് ശ്രദ്ധയോടെ നടക്കുന്ന നീലിമയെ നോക്കി നാൻസി ചോദിച്ചു. നീലിമ പറഞ്ഞത്, ആന്റി, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒറ്റക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നീലിമ ആത്മാർത്ഥമായി പറഞ്ഞു. ആഹാ, ഓക്കെ ആണെങ്കിൽ മോൾ ഒറ്റക്കൊന്ന് നടന്നേ. ദേ, ഞാൻ ഇവിടെ തന്നെ അടുത്ത് നിൽക്കുന്നു. തല ചുറ്റിലോ മറ്റോ ഉണ്ടെങ്കിൽ പറയണേ, ഈ സമയത്ത് വീഴുന്നത് അത്ര നല്ലതല്ല. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രാണ് അന്ന് ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നത്. അവർ പതിയെ അവളിലുള്ള പിടി അയച്ചുകൊണ്ട് പറഞ്ഞു. നീലിമ ശ്രദ്ധിച്ച് നടക്കാൻ നോക്കിയിരുന്നു. ക്ഷീണം തോന്നിയപ്പോൾ നാൻസിയുടെ സഹായത്തോടു കൂടെ തന്നെ തിരികെ ബെഡിലേക്ക് തന്നെ മടങ്ങി. അന്ന് ഉച്ചമയക്കത്തിനായി കിടന്നെങ്കിലും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഫോൺ നഷ്ടമായിരുന്നു. ഇപ്പോ ഒരാളുടെയും നമ്പർ അവൾക്ക് കാണാതെ അറിയാം. അച്ചുവിനെ പറ്റി അന്വേഷിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ വളരെയധികം നിരാശയിലായിരുന്നു. മോൻ എവിടെയായിരിക്കും? അവൻ എന്ത് പറ്റി കാണും? ഈ ചിന്തകൾ അവളുടെ മനസ്സിനെ അലട്ടി. ഇനിയും ഇവിടെ നിൽക്കാൻ കഴിയില്ല, അച്ചുവിനെ അന്വേഷിക്കണം, അവൾ ചിന്തിച്ചു. ഒപ്പം ആ കാര്യം മനസ്സിൽ തീരുമാനിച്ചു. ഇടയ്ക്കിടയ്ക്ക് നീലിമയെ നോക്കാൻ നാൻസി റൂമിലേക്ക് വന്നിരുന്നു. ആന്റി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീലിമ മൃദുവായി സ്വരത്തിൽ പറഞ്ഞു. അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ നാൻസിയോട് പറയാൻ അവൾ ആഗ്രഹിച്ചു. എന്താടാ, നിനക്ക് സുഖമില്ലേ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആന്റി, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു കാര്യം. നീലിമയ്ക്ക് ശരിയായ വാക്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, നീ ഒന്ന് സമാധാനിക്ക്, അവർ അവളെ ആശ്വസിപ്പിച്ചു. എനിക്കിവിടെ നിന്നും പോവണം ആന്റി, നീലിമ പെട്ടെന്ന് പറഞ്ഞു. നാൻസി അമ്പരന്നു. ആന്റി, ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അവൾ ആവർത്തിച്ചതോടുകൂടെ തന്നെ നാൻസി ചിരിച്ചു. ഓ, അതാണോ എന്റെ മോൾ? അതൊന്നും ഒരു പ്രശ്നേ. പിന്നെ മോൾക്ക് ഇവിടെ നിന്നും പോകാനായോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ എന്റെ ഡോക്ടർ മോനല്ലേ, അവനല്ലേ പറ. പിന്നെ മോൾ ഇപ്പൊ ഗർഭിണി ആയതുകൊണ്ട് തന്നെ പോകാൻ ഒരു സ്ഥലവുമില്ലെങ്കിൽ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കല്ലേ നല്ല. നാൻസി അവളുടെ സുരക്ഷയെ കരുതി അങ്ങനെ പറഞ്ഞു. അപ്പോ നീലിമയ്ക്ക് തിരിച്ചൊന്നും തന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞു. കാരണം യഥാർത്ഥത്തിൽ അവൾക്ക് പോവാൻ മറ്റൊരു സ്ഥലവുമൊന്നും ഇല്ലായിരുന്നു. പിന്നെയുള്ളത് ഗീതാമയാണ്. അവരുടെ കയ്യിൽ അകപ്പെടാനൊന്നും അവൾ ആഗ്രഹിച്ചില്ല. ഇനി എന്തു ചെയ്യും? ആ ചിന്തയോടുകൂടെ നീലിമ കണ്ണടച്ചു കിടന്നു. നാൻസി അന്നേരം ഒന്നും പറയാതെ ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. നേരെ ഭർത്താവിന്റെ അരികിലേക്കാണ് അവർ പോയത്. ഇച്ചായ, ആ കൊച്ചിന് പോവണമെന്ന് പറയുന്നു, അതിനോടൊന്ന് സംസാരിക്കാവോ? എനിക്കെന്തോ അതിനെ ഈ അവസ്ഥയിൽ പറഞ്ഞുവിടാൻ തോന്നുന്നില്ല, നാൻസി സങ്കടത്തോടുകൂടെ പറഞ്ഞു. അത് കേട്ട് അബ്രഹാം ഒന്ന് ഞെട്ടി. എന്താ ഇപ്പോ അതിന് മാത്രം ഉണ്ടായത്? നോക്കട്ടെ, ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം. അതും പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ നീലിമയുടെ അരികിലേക്ക് ചെന്നു. എന്താ മോളെ, മോൾക്ക് പോവണമെന്ന് പറഞ്ഞല്ലോ, ഉള്ളതാണോ? അയാൾ സ്നേഹത്തോടെ ചോദിച്ചു. നീലിമ മുഖം താഴ്ത്തി. നോക്കുമോളെ, ഇപ്പൊ മോള് പോകരുതെന്നാ ഞാൻ പറയൂ. മോൾക്ക് മോളുടെ ആരോഗ്യം നോക്കണ്ടേ? അതിപ്പോഴും ശരിയായിട്ടില്ല. നാഥൻ ഇന്ന് രാവിലെ കൂടി പറഞ്ഞതേ. പിന്നെ ഇതിപ്പോ നല്ല കാലാവസ്ഥയുമല്ല, നല്ല മഴയാണ്. അതിനിടയിൽ മോൾക്ക് എന്തെങ്കിലും പറ്റിയ ആരും അറിയില്ല. ശരിക്കും അദ്ദേഹത്തിന് അവളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. അത് അയാളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാകും. ഓരോ മനുഷ്യരും എത്ര വ്യത്യസ്തരാണല്ലേ. സ്വന്തമല്ലാത്ത ഒരാളെ അവർ എത്ര നന്നായിട്ട് പരിപാലിക്കുന്നു, സ്നേഹിക്കുന്നു. കുറച്ചു ദിവസം കൊണ്ട് അവൾ ആ കുടുംബത്തിലെ ഒരംഗമായി മാറിയിരിക്കും. അദ്ദേഹത്തിന്റെ സ്നേഹത്തിലും കരുതലിലും നീലിമയ്ക്ക് എതിർപ്പ് പറയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവരുടെ സ്നേഹവും സംരക്ഷണവും നീലിമയുടെ മനസ്സിനെ ശരിക്കും കുളിർപ്പിച്ചു.
ആ മോളെ, നാഥൻ ഇവിടെയുണ്ട്. സാധാരണ അവൻ മോളെ കാണാൻ വരുമ്പോഴൊക്കെ മോൾ ഉറക്കത്തിലാ. ഇന്നെന്തേ ഉറങ്ങിയില്ലേ? അദ്ദേഹം ചോദിച്ചു. നീലിമ വിളറി ചിരിച്ചു. എന്തായാലും അവൻ വന്നു നോക്കട്ടെ. മോളുടെ അവസ്ഥ എന്താണെന്ന് നേരിട്ടറിയാലോ, അദ്ദേഹം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി. നാഥൻ, അദ്ദേഹം വിളിച്ചു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പപ്പ. ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ അകത്തേക്ക് വന്നു. നീലിമ അവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. തന്നെ അപകടത്തിൽ നിന്നും രക്ഷിച്ച് ഈ നിലയിൽ എത്തിച്ച ഡോക്ടർ. ഇന്നുവരെ അവൾ നാൻസിയോടും അബ്രഹാമിനോടും മാത്രമേ നന്ദി പറഞ്ഞിരുന്നു. പക്ഷേ ഈ നിമിഷം നാഥനോടുള്ള നന്ദിയും അവളുടെ കണ്ണുകളിൽ തിളങ്ങി. മോനെ, ഇന്ന് നമ്മുടെ രോഗി എങ്ങനെയുണ്ട്? അയാൾ കളിയാക്കി ചോദിച്ചു. അച്ഛന്റെയും മകന്റെയും അടുപ്പം അവൾ കൗതുകത്തോടെ നോക്കി. സന്തോഷമായൊരു കുടുംബം. നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലേ നേരിട്ട് കാണുന്നത്. എന്റെ പേര് നാഥൻ, ഞാനൊരു ഡോക്ടറാണ്. തന്നെ ചികിത്സിച്ചതൊക്കെ ഞാനാണ്. പപ്പയും അമ്മയും തന്നെക്കുറിച്ച് കറക്റ്റ് അപ്ഡേറ്റുകൾ തരുന്നുണ്ടായിരുന്നു. തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചാലോ? വിഷയം തന്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്. എന്തു പറയണം? നാഥൻ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് അങ്ങനെ ചോദിച്ചത്. ആദ്യം ഞാനൊന്ന് നന്ദി പറയട്ടെ, നീലിമ പറഞ്ഞു. അവന്റെ പെരുമാറ്റം അവൾക്കിഷ്ടമായിരുന്നു. അതിലൊന്നും കാര്യമില്ലടോ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി, അവൻ മൃദുവായി പറഞ്ഞു. നീലിമയെ പരിശോധിച്ചതിനു ശേഷം അവളുടെ ആരോഗ്യകാര്യങ്ങൾ വിലയിരുത്തി. പിന്നെ അടുത്തുള്ള ഒരു ചെയറിലേക്കിരുന്നു. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മകന്റെ മുഖം കണ്ട് നാൻസി ആകാംക്ഷയോട് ചോദിച്ചു. പക്ഷേ നാഥൻ ഒന്നും മിണ്ടാതെ നിശബ്ദനായിരിക്കുകയാണ്. അയാളുടെ ഗൗരവത്തിലുള്ള മുഖഭാവം നീലിമയുടെ മനസ്സിൽ പരിഭ്രാന്തി പരത്തി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ വാക്കുകളിൽ ഭീതി നിഴച്ചു. നാഥൻ, നീ എന്താ മിണ്ടാതിക്കുന്നത്? ആ കുട്ടി പറയുന്നതിന് മറുപടി കൊടുക്ക്. മനുഷ്യനെ എങ്ങനെ പേടിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞ് എബ്രഹാമിന്റെ സ്വരം കനത്തു. അത് പിന്നെ പപ്പ, ഇയാളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. ചെറിയൊരു ആശങ്കയോടുകൂടെ തന്നെ നാഥൻ പറഞ്ഞു. അത് കേട്ടതോടുകൂടെ തന്നെ നീലിമയും നാൻസിയും എബ്രഹാമും ഒരുപോലെ ഞെട്ടി. എന്താ എന്താ പറഞ്ഞത്? എന്റെ കുഞ്ഞിന് എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ? അതോ എന്റെ കുഞ്ഞ്? നീലിമയുടെ സ്വരം വിട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളൊന്ന് പേടിക്കാതെ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കും. നിങ്ങളുടെ ബോഡി ഇപ്പൊ ഭയങ്കര വീക്കാണ്. പിന്നെ ആവശ്യത്തിലധികം ടെൻഷനുണ്ടല്ലോ. ചെക്ക് ചെയ്തപ്പോ ഹെർട്ട് ബീറ്റ് വളരെ കൂടുതലാണ്. അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പോ അത്യാവശ്യം റെസ്റ്റ് ആണ് വേണ്ടത്. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? നാഥൻ ഗൗരവത്തിൽ പറയുമ്പോൾ നീലിമയുടെ മുഖം താഴ്ന്നു. അന്നേരം എബ്രഹാം മകന്റെ പുറത്തടിച്ചു. നീ ഞങ്ങളെയൊക്കെ അങ്ങ് പേടിപ്പിച്ചല്ലോ, അയാൾ അമർഷത്തോടുകൂടെ പറഞ്ഞു. നാൻസി ഒരു ദീർഘനിശ്വാസം എടുത്തു. ഈ ചെറുക്കൻ അല്ലെങ്കിലും നിനക്ക് കുറച്ച് കളി കൂടുതൽ. സിമ്പിളായ ഒരു കാര്യത്തിന് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കും. ഡാ ചെക്ക, ഇതുപോലുള്ള കാര്യങ്ങൾ തമാശക്കെടുക്കരുത്, മനസ്സിലായോ? നാൻസി പറഞ്ഞുകൊണ്ട് തന്നെ നാഥനെ രൂക്ഷമായി നോക്കി. പിന്നെ നീലിമയിലേക്ക് ശ്രദ്ധിച്ചു. മോളെ, നാഥൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അതുകൊണ്ട് തൽക്കാലം മോള് ആവശ്യത്തിന് റെസ്റ്റ് എടുക്ക്. മോൾ ഇവിടെ നിൽക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും. അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് മനസ്സ് പുകക്കണ്ട. അവർ നീലിമയെ നോക്കിയിട്ട് സ്നേഹത്തോടുകൂടെ പറഞ്ഞു. ഞാൻ ഇവിടെ താമസിച്ചോളാം ആന്റി. അവരെ അനുസരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഏതായാലും കുഞ്ഞിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതുവരെ ഇവിടെ തന്നെ കൂടാമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിനെ പറ്റിയിട്ട് തീരുമാനിക്കാം. അവരെല്ലാം അവൾക്ക് കാവൽ മാലാകമാർക്ക് തുല്യമായിരുന്നു. ഒത്തിരി നന്ദിയുണ്ട്, അവൾ പെട്ടെന്ന് വികാരധീനനായി പറഞ്ഞു. ഒപ്പം തിടുക്കത്തിൽ കണ്ണുകൾ തുടച്ചു. പക്ഷേ എത്ര തടുത്തിട്ടും നീലിമയ്ക്ക് അവളുടെ കണ്ണുനീർ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ അനുഭവിച്ച ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും അവളുടെ സങ്കടം അധികരിച്ചു. അപരിചിതയായ ഒരു പെൺകുട്ടിയെ എത്ര കരുതലോടെയും എത്ര സ്നേഹത്തോടെയാണ് ഇവർ നോക്കുന്നത്. ഇതിന് പകരമായിട്ട് താൻ എന്താണ് ഇവർക്ക് തിരിച്ചു നൽകുക? അവളുടെ ഹൃദയം നിർണ്ണയിക്കാൻ കഴിയാത്ത അത്രമാത്രം വികാരങ്ങളിൽ പൂർണ്ണമായും മൂടപ്പെട്ടിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ സ്റ്റോറി പറയുന്നതിന്റെ തുടക്കത്തിൽ കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മീഷോയിൽ നിന്നും ഞാൻ വാങ്ങിച്ചിട്ടുള്ള അഫോർഡബിൾ റേറ്റിന് വാങ്ങിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ സൗണ്ട് ഓണായി. ഏതായാലും ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രേമം സീരീസ് കൂടാതെ ഇതുപോലെ ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഏതായാലും കമന്റ്സിലൂടെ അറിയിക്കൂ. പ്രോഡക്റ്റ് എല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ. പ്രേമം സീരീസിന്റെ എപ്പിസോഡുകളെല്ലാം തന്നെ ഞാൻ അതിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും